ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളൊരു കുഴിമന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ കുഴിമന്തിയുടെ മസാല റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.25 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൊടിക്കാത്ത മല്ലിയാണ്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1.25 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 കറുവാപ്പട്ട, പിന്നെ 7 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ബേ ലീവ്സ്, പിന്നെ ഒരു 7-8 ഗ്രാമ്പു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ലെമൺ ആണ് കേട്ടോ. ഈ ബ്ലാക്ക് ലെമൺ ഞാൻ ഇപ്രാവശ്യം കടയിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അവിടെ ഷോപ്പിലുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഈ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ചുമ്മാ ഒരുപാട് അങ്ങോട്ട് ചൂടാക്കണ്ട, ഒരു ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾക്ക് ഇതെല്ലാം കൂടി നമ്മളൊന്ന് പൊടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ബ്ലാക്ക് ലെമൺ ഉണ്ടല്ലോ അത് നമ്മളൊന്ന് പൊടിച്ചിട്ടേക്കുവാണ് കേട്ടോ, മുറിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ നമ്മളിതാ എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ, ഇത് പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും കൂടി ഇട്ടിട്ടാണ് ഞാനിതൊന്ന് പൊടിച്ചെടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തുനിന്നൊരു 2 ടീസ്പൂൺ മതി കേട്ടോ. 2 ടീസ്പൂൺ പൊടി എടുത്തിട്ട് ഞാനത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ റൈസ് വേവിക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാനൊരു 2 ടീസ്പൂൺ പൊടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തു. അതിനകത്തേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ. ഞാനൊരു അളവങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാകുന്നത് വരെ നമ്മൾ ആ ഒരു പരുവത്തിലാക്കണം കേട്ടോ. അതിനാവശ്യത്തിനായ ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഒലിവ് ഓയിൽ ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റാണ്. പക്ഷേ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഇരുന്നത് കൊണ്ടാണ് ഒലിവ് ഓയിൽ ചേർത്തത്. ഇപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതായത് എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുഴമ്പ് പരുവത്തിലാകണം. അപ്പോൾ ആ ഒരു രീതി കണ്ടിട്ട് വേണം. പിന്നെ ഞാൻ ഇതിനകത്തേക്കൊരു ഒരു ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ കേട്ടോ. 1 ടീസ്പൂൺ ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാകണം നമ്മുടെ ആ ഒരു മസാല കണ്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ മസാല എടുത്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ലാസ്റ്റ് നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗ്രേവി മസാല എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. എനിക്ക് സ്കിന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാനതുകൊണ്ട് സ്കിന്നെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഇതാ ഇങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മസാല നമുക്ക് ഇതിനകത്തേക്ക് കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ടെല്ലാം കൂടി നമ്മുടെ ചിക്കനിലേക്ക് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ.
നന്നായിട്ട് തേച്ച് എല്ലാം നന്നായിട്ട് നല്ല ഇതായിട്ട് തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ നമ്മുടെ മസാലയെല്ലാം ചിക്കന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഒരു 2-2.5 മണിക്കൂറോളം ഞാനിത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോകാം കേട്ടോ. നമുക്ക് പുറമേ വെച്ചാലും മതി, ഞാനിപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെക്കുവാണ്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ചിക്കൻ ഇനി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഇഡലിപ്പാത്രം ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ അപ്പച്ചമ്പെന്ന് പറയും. അപ്പോൾ ഞാൻ ഇതിനകത്തേക്കാണ് അതിൻ്റെ ആവി കയറ്റുന്ന ഒരു തട്ടുണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ടാണ് ചിക്കന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ ഞാനിപ്പോൾ ഒരു 2.5 മണിക്കൂറിന് ശേഷമാണ് അത് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ദാണ്ട് ഇതിനകത്തേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആവി കയറുന്ന തട്ടിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതൊരു 45-50 മിനിറ്റ് കൊണ്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ ഒരു സൈഡ് നമ്മളൊരു 20-25 മിനിറ്റാണ് നമ്മൾ വേവിക്കുന്നത്. 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മറിച്ചിടണം കേട്ടോ. 2 സൈഡും അങ്ങനെ വേവിക്കണം. അങ്ങനെ ഇത് ഞാൻ ലോ ഫ്ലെയിമിനാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഞാൻ അപ്പോഴേക്കും നമ്മുടെ റൈസ് ഒരു 20 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴുകി എടുത്ത റൈസാണ് കേട്ടോ. ഞാനിത് സാധാ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. സെല്ല ബസുമതി റൈസാണ് ഒന്നുകൂടെ നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഈ ബസുമതി റൈസ് വെച്ചാണ് ഉണ്ടാക്കാറ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ. നമ്മൾ 2-3 കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, ഗ്രാമ്പൂ ഒരു 7 എടുത്തിട്ടുണ്ട്, 2 ബ്ലാക്ക് ലെമണ്, പിന്നെ ഒരു വേ ലീഫ്, പിന്നെ ഒരു 7-8 ഏലക്ക, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനോടെ തന്നെ ഞാനൊരു ചെറിയൊരു സവോളയും ഒരു ചെറിയൊരു ക്യാപ്സിക്കം കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഈ കറുവാപ്പട്ടയും ഗ്രാമ്പൂ ബ്ലാക്ക് ലെമണും എല്ലാം കൂടി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിയും കൂടെ, നമ്മുടെ പൊടിക്കാത്ത മല്ലി ഉണ്ടല്ലോ, ആ മല്ലിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു വേ ലീഫ് 2-3 പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്കങ്ങനെ ഒരുപാട് അങ്ങനെ വരണ്ട് അങ്ങനെ ഒന്നും കളറ് മാറി വരേണ്ട ഒന്നും വേണ്ട കേട്ടോ. നമുക്കൊരു വിധം ഒന്ന് ആയിന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ആവി കയറിയ സമയത്ത് ആ ചിക്കനിലെ ഗ്രേവി എല്ലാം നമ്മുടെ അപ്പച്ചമ്പിലേക്ക് വെള്ളത്തിലേക്ക് വീണണം. ആ വെള്ളമാണ് ഞാൻ ഈ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ 2.5 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. അതിന് 1 ഗ്ലാസ് റൈസിന് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു ലെവലിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മാഗി ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ അതിനിടയ്ക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കണം കേട്ടോ. നമ്മുടെ ഉപ്പ് കറക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം മസാല റെഡിയാക്കിയപ്പോൾ 2 ടീസ്പൂൺ മസാല, നമ്മുടെ മന്തി മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 1.5 ടീസ്പൂൺ മന്തി മസാലയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് നമ്മൾ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. റൈസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ആദ്യം ഒരു 1-2 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്, പിന്നെ നമുക്കൊരു 10 മിനിറ്റ് നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ റൈസ് വേകുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ നമ്മുടെ മാറ്റി വെച്ചിരുന്ന ഒരു ഗ്രേവി ഉണ്ടായിരുന്നല്ലോ, ആ ഗ്രേവിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രേവി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് ഈ ചിക്കനിലേക്ക് തേച്ച് കൊടുത്തിട്ട് എന്താ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ. ഒത്തിരി അങ്ങോട്ടേക്ക് ഇങ്ങനെ ഒത്തിരി ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആയിട്ട് ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ആ ചിക്കൻ, നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ റൈസിനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാ അങ്ങനെ നമ്മുടെ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് തന്നെ ഞാനിങ്ങനെ ചെറിയ പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളക് ഒരു 3-4 എണ്ണം ഇങ്ങനെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഇടയ്ക്ക് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുഴിമന്തി കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. പിന്നെ അതിൻ്റെ പുറത്തേക്ക് ചെറുതായിട്ടൊരിച്ചിരി ഉപ്പ് തുള്ളി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തല്ലോ, ആ ഫ്രൈ ചെയ്തപ്പോൾ അതിൻ്റെ ഗ്രേവിയും ആ ഓയിലും കൂടെ ഉണ്ടല്ലോ ബാക്കി ഉണ്ടായിരുന്നത്, അതിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് എൻ്റെ കയ്യിൽ ചാർക്കോളൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ ചിരട്ടയുണ്ടല്ലോ, ചിരട്ട കരിച്ചിട്ട് ആ ചിരട്ട കരിയാണ് ഞാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ആ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മൂടി വെക്കും. ഒരു 15-20 മിനിറ്റോളം നമ്മളിങ്ങനെ മൂടി വയ്ക്കും കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിതെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കുഴിമന്തി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കുഴിമന്തി ആയിരുന്നു. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.